വെൽക്കം ടു പ്രോഫിറ്റ് വൺ. പ്രോഫിറ്റ് വണ്ണിൽ ഒരു സെയിൽസ് റിട്ടേൺ എങ്ങനെ എൻ്റർ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ട്രാൻസാക്ഷൻ മെനു എടുക്കുക, അതിൽ സെയിൽസ് റിട്ടേൺ എടുക്കുക. സെയിൽസ് റിട്ടേൺ വിൻഡോ വന്നു കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക, ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ കസ്റ്റമർ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ടൈപ്പ് സെയിൽസ് റിട്ടേൺ ആണ് സെലക്ട് ചെയ്യുക. സെയിൽസ് ആണോ ഇൻഡസ്ട്രീറ്റ് ആണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് റേറ്റിലാണോ റിട്ടേൺ അടിക്കുന്നത് ആ റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഐറ്റത്തിന്റെ പേര് സെലക്ട് ചെയ്യുക. ഐറ്റത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാച്ച് ഉണ്ടെങ്കിൽ ആ ബാച്ച് കാണാവുന്നതാണ്. അതിനുശേഷം ഏത് ബാച്ചിലേക്കാണോ റിട്ടേൺ അടിക്കുന്നത് ആ ഐറ്റത്തിന്റെ ബാച്ച് സെലക്ട് ചെയ്യുക. ശേഷം ക്വാണ്ടിറ്റി കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പെർസെൻറ്റേജ് ആയിട്ടോ എമൗണ്ട് ആയിട്ടോ കൊടുക്കാം. അതിനുശേഷം എക്സ്പെൻസ് റൗണ്ട് ഓഫ് എന്നിവ കൊടുക്കാം. കൂടാതെ ഡ്രൈവർ നെയിം, നരേഷൻ എന്നിവ കൊടുത്ത് സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് ചെയ്ത എൻട്രിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ എൻട്രി എടുത്ത ശേഷം നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത എൻട്രി പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ എൻട്രി എടുത്തതിന് ശേഷം പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. PDF ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് മെനുവിൽ PDF എന്ന ഓപ്ഷൻ ഉണ്ട്. സെയിൽസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് റിട്ടേൺ അടിക്കാവുന്നതാണ്. അതിനായിട്ട് സെയിൽസ് റിട്ടേൺ വിൻഡോയിൽ എഗെയിൻസ്റ്റ് ബിൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനടുത്തുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. അതിൽ വൗച്ചർ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് ലോഡ് ആവും. അതിൽ ആവശ്യമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് എല്ലാം സെയിൽസ് റിട്ടേണിന്റെ വിൻഡോയിലേക്ക് ലോഡ് ആവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെയിൽസ് റിട്ടേൺ ഇൻവോയ്സ് സേവ് ചെയ്യാവുന്നതാണ്.